ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് CD വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് CD വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ VCD എടുത്തിട്ടുണ്ട്, DVD എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു DVD എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ 2 ലെയർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ DVD ആണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ് 2 ലെയർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്കതിങ്ങനെ 2 ലെയറായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഒരു ഭാഗം പ്ലെയിൻ ആയിട്ടും ഒരു ഭാഗം ആ ഗ്ലൈസിങ് ഉള്ള ടൈപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഗ്ലൈസിങ് ഉള്ള ഭാഗമാണ് വേണ്ടത്. മറ്റേ ഭാഗം നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിന് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു മൂൺ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 CD ഇതുപോലെ അങ്ങനെ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാറും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റാർ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട. ഡയറക്റ്റായിട്ട് തന്നെ CDയിൽ സ്റ്റാർ വരഞ്ഞ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ആ സ്റ്റാർ വെച്ചിട്ട് CDയിലൊന്ന് വരഞ്ഞെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ധൃതി വെച്ച് കട്ട് ചെയ്യരുത്, അപ്പോൾ CD പൊട്ടിപ്പോവും. അപ്പോൾ ഞാനങ്ങനെ സ്റ്റാറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സ്റ്റാറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സ്റ്റാറുകളുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടേ കുറക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിനെ അറേഞ്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൂളൻ ത്രെഡോ ഏതാണ് നിങ്ങളുടെ അടുത്തുള്ളത് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിനെല്ലാം ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലത്തെ സെയിം പീസ് കട്ട് ചെയ്തെടുത്ത് ഈ ബാക്ക് സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. 2 സൈഡും ഒരേപോലെ കിട്ടും നമുക്ക്. പക്ഷേ അതിന് ത്രെഡ് ഉപയോഗിക്കുമ്പോൾ തിന്നായിട്ടുള്ള ത്രെഡ് വേണം ഉപയോഗിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അയച്ചിരുന്ന ഫോട്ടോസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നാളെ 4 മണിക്ക് ഞാനൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.